ആപ്പിളിൻ്റെ ഐഫോൺ SE 2020 എന്ന പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം ചെറിയ സ്ക്രീൻ സൈസും അതുപോലെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ SE 2020 വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഐഫോൺ SE 2020 വരുന്നത് 4.7 ഇഞ്ചിൻ്റെ HD+ LCD റെറ്റിന ഡിസ്പ്ലേയുമായിട്ടാണ്. എടുത്തു പറയേണ്ട കാര്യം ചെറിയ സ്ക്രീൻ സൈസുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ചെറിയ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഫോണുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് ഐഫോൺ SE 2020. പിന്നെ ഡിസ്പ്ലേയിൽ ട്രൂ ടോൺ എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 അതുപോലെ ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ ഹാപ്റ്റിക് ടച്ച് എന്നുള്ള ഒരു ഫീച്ചറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ മുകളിലും താഴെയും വലിയ ബെസൽസ് വരുന്നുണ്ട്. ഐഫോൺ 8 ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ ടച്ച് ഐഡിയും അതുപോലെ ഹോം ബട്ടണും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഐഫോണിൻ്റെ പുതിയ ഫോണുകളിലൊന്നും നമുക്ക് ടച്ച് ഐഡി എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നില്ല. പിന്നെ ഹോം ബട്ടൺ വരുന്നത് ഫോണിൻ്റെ ഫ്രണ്ടിൽ താഴെയായിട്ടാണ്. ഇതിൽ തന്നെയാണ് ടച്ച് ഐഡി ഫിംഗർ പ്രിൻറ്റും വരുന്നത്. ഇത് സഫയർ ക്രിസ്റ്റൽ വെച്ചിട്ട് നിർമ്മിച്ചതാണ്. അവ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ റിംഗ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ സൈഡിൽ അലൂമിനിയം ഫ്രെയിമും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് IP67 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 148 ഗ്രാം മാത്രമാണ്. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായ ഐഫോൺ 11 സീരീസിൽ ഇതേ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ 3rd ജനറേഷൻ ന്യൂറൽ എഞ്ചിനുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ന്യൂറൽ എഞ്ചിനിൽ 8 കോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് വരുന്നുണ്ട്. 64 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ, 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷൻ, പിന്നെ 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മൂന്നാമതൊരു വെർഷൻ. പിന്നെ സാധാരണ ഐഫോണുകളിലെ പോലെ ഈ ഫോണിൽ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഡ്യുവൽ സിം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു സിം മാത്രമായിരിക്കും ഫിസിക്കൽ സിം, രണ്ടാമത്തെ സിം ഇ സിം ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ iOS 13 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് സിംഗിൾ ക്യാമറ സെൻസറാണ് ലഭിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് വരുന്നത്. ഇതിൽ OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനി അവകാശപ്പെടുന്ന കാര്യം, സിംഗിൾ ക്യാമറ സെറ്റപ്പുമായിട്ട് വരുന്ന ഐഫോണുകളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ ഈ ഫോണിലാണ് എന്നാണ്. ക്യാമറ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്മാർട്ട് HDR എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെയാണ് പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ഫോണിൽ 60 FPS 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ക്വിക്ക് ടേക്ക് വീഡിയോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയുടെ പുറത്ത് ഒരു സഫയർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 7 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സാധാരണ ആപ്പിൾ അവരുടെ ഫോണുകളിൽ എത്ര mAhൻ്റെ ബാറ്ററി ആണെന്നുള്ള കാര്യം വെളിപ്പെടുത്താറില്ല. അതുപോലെ തന്നെ റാമും. ഈ ഫോണിൽ നമുക്ക് 13 മണിക്കൂറിൻ്റെ വീഡിയോ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 40 മണിക്കൂറിൻ്റെ ഓഡിയോ പ്ലേ ബാക്ക് ടൈമും ലഭിക്കും. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ടാവില്ല. ബോക്സിൽ നമുക്ക് 5 വാട്ടിൻ്റെ ചാർജർ ആയിരിക്കും ലഭിക്കുക. പിന്നെ ലൈറ്റ്നിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് ഇന്ത്യയിൽ വില വരുന്നത് 42,500 രൂപയാണ്. ഈ ഫോൺ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തത് $399. അതായത് ഏകദേശം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ അമേരിക്കയിലെ വിലയുടെ അടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇപ്പോൾ ഇന്ത്യയിലെ വിലയും അമേരിക്കയിലെ വിലയും തമ്മിൽ ഏകദേശം 12,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. എന്നാലും 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു സ്ക്രീനും വളരെ മികച്ചൊരു പെർഫോമൻസുമായിട്ട് വരുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ SE 2020.